ടോമിച്ചായ സ്ഥലത്തെ പ്രധാന പാമ്പ. ഈ റിമിയുടെ അപ്പനാ. ഓഹോ, അപ്പൊ ഇവളാണല്ലേ റിമി ടോമി. എടേ, മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരുത്തനില്ലേ, മുരുകനാ കിരുകനാ, അവനിങ്ങനെ ഇറക്കി വിടറി. നിന്നോടാ പറഞ്ഞത്. വരുമ്പോ കയ്യില് ലേശ അച്ചാറ് ഉണ്ടെങ്കിൽ കൊടുത്തയക്ക്. ഉണ്ടെങ്കിൽ മതിട്ടാ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കുക MLA-മാരെ പറഞ്ഞയക്കോ. അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. മുരുകൻ ഇറക്കി വിടറേ. പള്ളുരുത്തി മുതൽ പനാമ വരെ പിടിയുള്ളവനാ ഈ ടോമി പാറേക്കാരൻ. അവിടെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോടി, ജീവിച്ചോ. മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേടി നീ എന്നെ കൊണ്ടു നടന്നത്? നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാചി കുടുംബത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ വലതുകരം ചെയ്യുന്നത് എന്താണെന്ന് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന്. അച്ചാറുണ്ടെങ്കിൽ ലേശം കൊടുത്തേക്കിടി. എനിക്കതല്ല പ്രശ്നം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ.